DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 20 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ തീവ്ര പരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേൽ പരാതികൾ സ്വീകരിക്കുകയും ഹിയറിംഗ് നടപടികൾ പൂർത്തിയാക്കിയതിനും ശേഷമുള്ള പട്ടികയാണ് പുറത്തുവിടുക. കരട് വോട്ടർ പട്ടികയിൽ 2.54 കോടി വോട്ടർമാരാണുള്ളത്. ഹിയറിംഗിന് ശേഷം വിവിധ കാരണങ്ങളാൽ 39,000-ത്തിലധികം പേരാണ് കരട് പട്ടികയിൽ നിന്ന് പുറത്തായത്. 24 ലക്ഷത്തിലധികം പേർ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോഴും പുറത്തായിരുന്നു. ഈ വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ചതിന് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടികയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഒരു പവന് ഒറ്റയടിക്ക് 800 രൂപയാണ് താഴ്ന്നത്. 1,14,520 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. 1 ഗ്രാമിന് 14,315 രൂപയാണ്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായി ഒരു പവൻ സ്വർണത്തിന് 2,500-ലധികം രൂപ കുറഞ്ഞ ശേഷം ഇന്നലെ വില കൂടിയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം സ്വർണം ഒരു പവന് 1,17,320 രൂപയായിരുന്നു. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 1,17,760 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. ഇതുതന്നെയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക്. അടുത്ത അറിയിപ്പ്, ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചവർക്കും വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായത്തിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സാധാരണഗതിയിൽ ഒരാൾക്ക് ഒരു തവണയാണ് സഹായം ലഭിക്കുകയെങ്കിലും ക്യാൻസർ അല്ലെങ്കിൽ വൃക്കരോഗം തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സാ ആവശ്യങ്ങൾക്കായി 2 വർഷത്തിന് ശേഷം വീണ്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. രോഗികൾക്ക് പുറമെ അപകടങ്ങളിൽ മരണം സംഭവിച്ചവരുടെ ആശ്രിതർക്കും തീപിടുത്തം മൂലം വ്യാപാര സ്ഥാപനങ്ങളോ വള്ളം, ബോട്ട് തുടങ്ങിയ തൊഴിലുപകരണങ്ങളോ നഷ്ടപ്പെട്ടവർക്കും സഹായത്തിനായി അപേക്ഷിക്കാം. ഇതിനായി www.cmdrf.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷയോടൊപ്പം ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, വരുമാന സർട്ടിഫിക്കറ്റ്, ചികിത്സാ രേഖകൾ അല്ലെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ഹാജരാക്കണം. വില്ലേജ് ഓഫീസർ അപേക്ഷകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ധനസഹായം അനുവദിക്കുന്നത്. അടുത്ത അറിയിപ്പ്, ഫെബ്രുവരി 25 മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെയും ക്ഷേമനിധി പെൻഷനുകളുടെയും വിതരണം ആരംഭിക്കുകയാണ്. കേന്ദ്രവിഹിതം ലഭിക്കുന്നവർ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം PM കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡുവായ 2,000 രൂപ ഈ മാസം അവസാനത്തോടെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളൊക്കെ എത്തുന്നത്. എന്നാൽ ഇതിൽ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും എത്തിയിട്ടില്ല. ഫെബ്രുവരി അവസാനം ലഭിച്ചില്ലെങ്കിൽ മാർച്ച് ആദ്യ ആഴ്ചയോടെ തുക എത്തുമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.